നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് പ്രിയപുത്രൻ മുഖാന്തരം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ തന്റെ ജീവൻ അർപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇന്നും അടുത്തു വരേണ്ടതിന് ദൈവം കൃപയും ഭാഗ്യവും നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 16, 15 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ നടത്തപ്പെടാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് അഥവാ വലിയ വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വലിയ വെള്ളസിംഹാസന ന്യായവിധി, അതിൻ്റെ വിവിധ പേരുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനാധാരമായിട്ട് നമുക്ക് ഒരു വാക്യവും കൂടെ വായിച്ച് മുൻപോട്ട് പോകാം. സ്തോത്രം. തെസലോനിക്കർക്കുള്ള 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം, അതിന്റെ 3 മുതൽ ഉള്ള ചില വാക്യങ്ങൾ. We ought always to thank God for you, brothers, and rightly so, because your faith is growing more and more, and the love every one of you has for each other is increasing. Therefore, among God's churches, we boast your perseverance and faith in all the persecutions and trials you are enduring. All this is evidence that God's judgment is right. As a result, you will be counted worthy of the kingdom of God, for which you are suffering. God is just. God's judgment is right. Right or righteous, we can say. നാം അവിടെ കാണുന്നു, ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാണ്. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിലാണ് നാം കാണുന്നത്. മലയാളത്തിൽ 5-ാമത്തെ വാക്യമാണ്. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. യെസ്, പ്ലീസ് കണ്ടിന്യൂ. God is just. He will pay back trouble to those who trouble you, and give relief to you who are troubled, and to us as well. This will happen when the Lord Jesus is revealed from heaven in a blazing fire with his powerful angels. He will punish those who do not know God and those who do not obey the gospel of our Lord Jesus. They will be punished with everlasting destruction and shut out from the presence of the Lord and from the majesty of his power. On that day... Enough. Thank you, Mane. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവസന്നിധിയിൽ നീതിയല്ലോ. 6, 7, 8 വാക്യങ്ങളിലായിട്ടാണ് അത് കിടക്കുന്നത്. God is right. ദൈവം നീതിമാനാണ്. It is righteous thing before God. ദൈവസന്നിധിയിൽ ഇത് നീതിയുള്ള കാര്യവും കൂടെയാണ്. എന്തുവാ? ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ നാം കാണുന്നു,
നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക്, 8-ാമത്തെ വാക്യത്തിലാണ്, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അതിൻ്റെ ആ അവസാന ഭാഗങ്ങൾ നമ്മളെ കണ്ടു കഴിഞ്ഞതാണ്. പീഡ അനുഭവിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലങ്ങളെപ്പറ്റി. നമ്മളിവിടെ ഈ വലിയ വെള്ളസിംഹാസന ന്യായവിധിയിൽ എടുക്കുന്നത് മറുഭാഗമാണ്. നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ പകരം കൊടുക്കുന്നത് ദൈവസന്നിധിയിൽ നീതിയാണ്. ആ നീതിയുള്ള വിധി ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്നു. സ്തോത്രം. അതുപോലെ 6-7 വാക്യങ്ങളിൽ കാണുന്നു, ഈ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന സമയത്ത് എന്തു ചെയ്യും? ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ദൈവത്തെ അറിയാത്തവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. അപ്പോൾ ഈ ന്യായവിധി പ്രതികാര നടപടിയാണ്. നമ്മുടെ ന്യായവിധി പ്രതിഫലത്തിനുള്ള നടപടിക്രമങ്ങളായിരുന്നെങ്കിൽ ഈ വലിയ വെള്ളസിംഹാസന വിധി എന്ന് പറയുന്നത്, സ്തോത്രം, പ്രതികാര നടപടികളാണ്. സ്തോത്രം. ഇറ്റ് ഈസ് ടു റീപേ റൈച്ചസ്ലി ടു ദ വിക്കറ്റ്. ഇറ്റ് ഈസ് an action of avenging or revenging. സ്തോത്രം. അപ്പോൾ ദൈവം ഇവിടെ സുവിശേഷത്തെ അനുസരിക്കാത്ത, ദൈവത്തെ അറിയാത്ത മനുഷ്യർക്ക്, മത്സരികളായവർക്ക്, പാപികളായവർക്ക് പ്രതികാരം കൊടുക്കുകയാണ്. അതിൽ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത് വിധി പ്രസ്താവത്തെക്കുറിച്ചാണ്. സെന്റൻസിങ് or the verdict. വിധി പ്രസ്താവിക്കുക. സ്തോത്രം. ചില വിധി പ്രസ്താവങ്ങളൊക്കെ നമ്മൾ ഇതിനോട് അകം തന്നെ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ വെച്ച് നമ്മളൊരു വിധി കേട്ടതാ. ഓർമ്മയുണ്ടായിരിക്കും. ഓർമ്മയുണ്ടോ? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. അതെ അതെ. 7-ാം അധ്യായത്തിന്റെ 21, 22, 23 വായിച്ചു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. കിട്ടിയല്ലോ. മാത്യു 7:21-23. മത്തായി 7-ന്റെ 21, 22, 23 യെസ് സുജ പ്ലീസ്. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. സ്തോത്രം. നമ്മൾ ആ ഭാഗങ്ങൾ നേരത്തെ പഠിച്ചതാണ്. 1-2 വർഷം മുമ്പാണെന്നേ ഉള്ളൂ. ഓർമ്മ കാണുമായിരിക്കും. ഗിരിപ്രഭാഷണം പഠിച്ച സമയത്തായിരുന്നു. അവിടെ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ചെല്ലുന്നവരോട്, അവിടെ നമ്മൾ കണ്ടത്
വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഇന്നത്തെ VIP പ്രസംഗകരോട്, ക്രൂസേഡേഴ്സിനോടുള്ള ഒരു അരുളപ്പാടായിട്ടാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വിധി പ്രസ്താവങ്ങൾ ഇതിനോടകം നമ്മൾ പലയിടത്തും കണ്ടതാണ്. സ്തോത്രം. അതുപോലെ തന്നെ തേജസ്സിന്റെ സിംഹാസന വിധിയിൽ ഉണ്ടാകുന്ന ഒരു വിധി പ്രസ്താവമുണ്ട്. തേജസ്സിന്റെ സിംഹാസന വിധിയിൽ നമ്മൾ അന്നേരം അത് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. 25-ാം അധ്യായം, മത്തായി 25-ന്റെ 34, മാത്യു 25:34. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. അപ്പോൾ ഓരോ ന്യായവിധിയിലും വിധി പ്രസ്താവമുണ്ട്. പ്രത്യേകിച്ച് ഈ ജാതികളെ വിധിക്കുന്ന തേജസ്സിന്റെ സിംഹാസന വിധിയിലും മരിച്ചവരെ വിധിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധിയിലും. ഈ പറഞ്ഞത് ഒന്നും വെള്ളസിംഹാസനത്തിൽ കർത്താവ് നടത്തുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ വിധികളല്ല. എന്നാൽ വിധികളെ ഒന്നെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ രണ്ടാമത്തേതിൽ പറയുന്നതിന് സമാനമായ, മത്തായി 7 നമ്മൾ വായിച്ചതിന് സമാനമായ വിധി പ്രസ്താവങ്ങൾ ഈ വെള്ളസിംഹാസന വിധിയിലും ഉണ്ടാകാം. കാരണം വെള്ളസിംഹാസന വിധിയിലെ അന്തിമമായ ഘടകം നിത്യാഗ്നിയിലേക്ക്, ഇവിടെ മത്തായി 25-ൽ നമ്മൾ വായിച്ചതുപോലെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ഏതാണ്ട് ഇതിനോട് സമം തന്നെയായിരിക്കും വെള്ളസിംഹാസന വിധിയിലും ഉണ്ടാകാൻ പോകുന്ന പ്രസ്താവം, വിധി പ്രസ്താവം. അവരോട് മറ്റൊന്നും പറയാനായിട്ടില്ല. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് നിങ്ങളും പോകുവീൻ. നരകത്തെക്കുറിച്ച് നമ്മൾ ഇതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ട്. അന്നേരം അതിലെ ചില കാര്യങ്ങൾ കൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്. ഈ നരകം അല്ലെങ്കിൽ ശിക്ഷാവിധി നമുക്കറിയാം, ദൈവം മനുഷ്യനു വേണ്ടി അല്ല ഒരുക്കിയത്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. പക്ഷെ മനഃപൂർവം മനുഷ്യന് അവന്റെ കൂടെ കിടന്നാൽ മതി, നരകത്തിൽ അവനോടൊപ്പം വസിച്ചാൽ മതി എന്ന് തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുപ്പിനെ ദൈവം പോലും ഇടപെട്ട് മാറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ വേറെ ഒന്നും അവരോട് പറയാനില്ല. ഈ വെള്ളസിംഹാസന ന്യായവിധിയിൽ ഓരോരുത്തൻ്റെയും പ്രവൃത്തികളെ അവലോകനം ചെയ്ത് ഓരോരുത്തൻ്റെയും ജീവിതത്തെ വിലയിരുത്തി അവരുടെ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ തന്നെ മനുഷ്യരോട് പറയേണ്ട ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒറ്റ ഒരു സംഗതിയേ ഉള്ളൂ,
വിധി, അന്തിമ വിധി പ്രസ്താവിക്കുക. അന്തിമ വിധി. ആ അന്തിമ വിധിയിലും വേറെ ഒന്നും പറയാനില്ല. ഒരുപക്ഷെ ഇവരുടെ രഹസ്യ ജീവിതത്തെ ദൈവം ഇന്നലെ നമ്മൾ പറഞ്ഞ സാക്ഷികളിലൂടെ നിരസിക്കാനും നിഷേധിക്കാനും കഴിയാത്തതുപോലെ വെളിപ്പെടുത്തി കഴിയുമ്പോൾ ഇവർ തന്നെ ചിലപ്പോൾ അങ്ങ് പറഞ്ഞേക്കും, ഞങ്ങൾ സ്വർഗരാജ്യത്തിന് യോഗ്യരല്ലേ, ഞങ്ങൾ നരകത്തിനാണേ യോഗ്യർ. ഇവർ തന്നെ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. ദൈവമേ അങ്ങ് നീതിമാൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം ഇതിനോടകം കണ്ടു കഴിഞ്ഞല്ലോ. ആ വിധികൾ നടപ്പാക്കുമ്പോൾ വിശുദ്ധന്മാർ ദൈവത്തോട് ഏറ്റുപറയും. അപ്പോഴുമൊക്കെ പറയും, ഗാഡ് യു ആർ റൈച്ചസ്. അങ്ങ് നീതിമാനായ ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം മുതൽ നമ്മൾ ഇങ്ങോട്ട് ന്യായവിധികളുടെ പരമ്പര കാണുകയാണ്. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് മർമ്മം, മഹദിയാം ബാബിലോണിന്റെ ന്യായവിധിയാണ്. We see series of judgments or condemnations from Revelation 17. The judgment of the great harlot in chapter 17. 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ആ മഹാവേശ്യ എന്ന ആ മഹദിയാം ബാബിലോണിനെ ന്യായം വിധിക്കുന്നു. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വാണിജ്യ ബാബിലോണിനെ, the economic Babylon or the trade Babylon, the trade city, അതിനെ ന്യായം വിധിക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ കണ്ടു എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കൂടെ പിടിച്ച് നരകത്തിലേക്കിട്ട് അവരെ ന്യായം വിധിക്കുന്നു. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വാക്യങ്ങളിൽ സാത്താന്റെ ന്യായവിധി നമുക്ക് കാണാം. സാത്താന്റെ ന്യായവിധി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് 20-ാം അധ്യായത്തിന്റെ 11 മുതൽ നാം കാണുന്നത് ദുഷ്ടരായ മനുഷ്യരുടെ സകല മാനവജാതിയുടെയും ന്യായവിധി. മനസ്സിലാവുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടല്ലോ. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഇനിയും നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇവരുടെ അതായത് ഈ മനുഷ്യരുടെ പാപങ്ങളുടെ വലിയൊരു ഒരു ഒരു വിധി പ്രസ്താവത്തിൽ ആദ്യം അവരുടെ കുറ്റങ്ങൾ വെളിപ്പെടുത്തുമല്ലോ. അപ്പോൾ ഇവരുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് അതെല്ലാം നോക്കുന്നില്ല, എങ്കിലും ഒന്ന് തൊട്ടുവിടുന്നു. വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് അവരുടെ കുറ്റം തെളിയുമോ ഇല്ലയോ എന്ന് പറയുക നമ്മുടെയൊക്കെ കോടതികളിലെ പതിവാണ്. ഒരുപക്ഷെ അതുപോലൊക്കെ തന്നെ ആയിരിക്കും സ്വർഗത്തിലേതെന്നും നമുക്കങ്ങ് ഊഹിക്കാം. അപ്പം തിരുവെഴുത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ
പലതരത്തിലുള്ള പാപങ്ങളെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 1-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കുറേയേറെ പാപങ്ങളെ കാണുന്നു. എല്ലാം ഒന്നും വായിക്കുന്നു ഒന്നുമില്ല. ഈവൻ 19-ാമത്തെ വാക്യത്തിൽ തന്നെ റോമൻസ് 1:19 അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ എതിരായിട്ടുള്ള ദൈവക്രോധത്തിന്റെ വെളിപ്പാട്. ആ ഒരു കൊച്ചു വാക്യത്തിനകത്ത് തന്നെ എത്ര പാപങ്ങളുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്ക്, അല്ലെ, അഭക്തിക്കും അനീതിക്കും എതിരായിട്ട് കണ്ടോ. അവിടെ തന്നെ എത്ര പാപങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. താഴോട്ട് വരുമ്പോ വിഗ്രഹാരാധന എന്ന പാപത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് ദൈവം അവർക്ക് വെളിവാക്കി കൊടുത്തു. പക്ഷേ അവർക്ക് കിട്ടിയ ദൈവിക വെളിപ്പാടിനൊത്തവണ്ണം അവർ ദൈവത്തെ ദൈവമെന്ന് ഓർക്കുകയോ പിന്നെ മഹത്വീകരിക്കുകയോ ചെയ്തില്ല, നന്ദി കാണിക്കുകയോ ചെയ്തില്ല. ചെയ്യാതവൻ എന്ത് ചെയ്തു? തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്നു. എന്നിട്ട് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സസ് ഫ്രം 20. നമ്മൾ ആദ്യം വായിച്ചത് 19-ാമത്തെ വാക്യമായിരുന്നു. അത് കഴിഞ്ഞ് 20 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ. ദൈവത്തിൻ്റെ നിത്യശക്തി, ദിവ്യത്വമൊക്കെ സൃഷ്ടികളിലൂടെ ദൈവം വെളിപ്പെടുത്തി. പക്ഷേ അവരെന്ത് ചെയ്തില്ല? ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഫ്രം വേഴ്സ് 18 onwards. അപ്പം they did not honor God as God. He is God. സ്തോത്രം. ഇന്ന് രാവിലെ നമ്മുടെ ഒരു മെഡിറ്റേഷനായിട്ട് ഒരു വാക്യം അയച്ചത് നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണുമല്ലോ. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? We worship God not because we are expecting something extraordinary or supernatural miracles from God. He may not do something sometimes, but we simply acknowledge what He is. ഹനന്യാവും അസരിയാവും മീശായേലും, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അവര് നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാതെ ദൈവത്തോടുള്ള വിധേയത്വത്തിൽ, വിശ്വസ്തതയിൽ നിലനിന്നത് ദൈവം അവർക്ക് വേണ്ടി ഏതാണ്ട് അത്ഭുതം ചെയ്യുമെന്ന വിശ്വാസം കൊണ്ടായിരുന്നോ? അല്ല. അതുകൊണ്ടാണ് അവര് ഇന്നത്തെ സോക്കോൾഡ് പ്രഭാഷകരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞത്, അല്ലേ? ഹനന്യാവും അസരിയാവും മീശായേലും
അവിശ്വാസത്തിന്റെ വാക്കാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അയാൾ വിടുവിക്കും ഇല്ലെങ്കിലും. വിടുവിച്ചില്ലെങ്കിലും. ആ, ദൈവം ഞങ്ങളെ വിടുവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. കാരണം ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് എന്ത് കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പകരം ദൈവം ആരാണ് എന്ന തിരിച്ചറിവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? They were devoting themselves in godliness towards God, not because they expected a miracle, but simply by acknowledging what God is. ഇവിടെ റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ദൈവത്തെ അവർക്ക് വെളിവാക്കി കൊടുത്തു. പക്ഷെ ദൈവത്തിന് അർഹമായ ആരാധന, ദൈവത്തിന് അർഹമായ ബഹുമാനം അവര് നൽകിയില്ല. കണ്ടോ പാപത്തിന്റെ ഒരു ലിസ്റ്റ്. ഞാൻ എണ്ണിയൊന്നുമില്ല, നിങ്ങൾ എണ്ണമിട്ടായിരിക്കും ചിലപ്പോൾ എഴുതുന്നത്. അത് കഴിഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, അവര് അക്ഷയനായ ദൈവത്തിന്റെ മഹത്വത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെയൊക്കെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പൊ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവമല്ലാത്തവയ്ക്ക് ദൈവീക പരിവേഷം ചാർത്തിക്കൊടുക്കുക കൂടെ ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? 24, 26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെയുമുണ്ട് മഹാമ്ലേച്ഛതകൾ. Verses 24 and 26, there also we see a long route of, or a long list of sin and sinfulness. അവിടുന്ന് 29 തൊട്ട് 32 വരെ വരുമ്പോൾ, Romans 1:29 to, we can say 28 to 32. അവിടെ വരുമ്പം നിങ്ങൾ എണ്ണിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 21. ചില ഭാഷകളിൽ ചിലപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ കണ്ടേക്കാം. 21 പാപങ്ങളുടെ, കൊടും പാപങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വായിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു സൂചന മാത്രം തരുന്നേ ഉള്ളൂ. അതുപോലെ മർക്കോസ് 7-ാം അധ്യായം 20 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ, മാർക്ക് ചാപ്റ്റർ 7, 20 to 23. He went on, "What comes out of a man is what makes him unclean. For from within, out of man's hearts, come evil thoughts, sexual immorality, theft, murder, adultery, greed, malice, deceit, lewdness, envy, slander, arrogance, and folly. All these evils come from inside and make the man unclean." Did you count how many? No problem.
ഏതാണ്ട് 13 പാപങ്ങളുടെ ലിസ്റ്റ് അവിടെയുണ്ട്. 13. അവിടെ പറയുന്നത് വാട്ട് കംസ് ഔട്ട് ഓഫ് യുവർ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. പലതും പുറത്ത് വന്നില്ലെങ്കിലും അകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് ചാടാൻ ഒരു സുഷിരം കിട്ടാഞ്ഞത് കൊണ്ട് അകത്ത് തന്നെ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുക അല്ലേ? സ്തോത്രം. അതുപോലെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ, ഇനി വായിക്കണ്ട, നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. 1 Corinthians 6:9 ഫോളോയിങ്, അവിടെ ഉണ്ട് ഏതാണ്ട് 11 സിൻസ്, 11 പാപങ്ങൾ. എഫേസ്യർ 5-ാമത്തെ അധ്യായം 19 തൊട്ട് 17 തൊട്ടെന്ന് വേണം നോക്കാം, 21 വരെ. എഫേഷ്യൻസ് ഞാൻ പറഞ്ഞതല്ലേ, ഗലേഷ്യൻസ്, ഗലാത്തി ലേഖനം 5-ാം അധ്യായം 19 തൊട്ട് 21 വരെ. അവിടെ ഉണ്ട് ഏതാണ്ട് 15 പാപങ്ങൾ, 15. എഫേസ്യർ 5:3 തൊട്ട് 5 വരെ, എഫേഷ്യൻസ് 5:3-5, ഏതാണ്ട് 10ഓളം പാപങ്ങൾ, 10-11 പാപങ്ങൾ അവിടെയുണ്ട്. 2 Timothy chapter 3:1-5, 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഏകദാണ്ട് 20ഓളം പാപം, ഓൾമോസ്റ്റ് 20 സിൻസ്. വെളിപ്പാട് 21:8, 21:8 റെവലേഷൻ, 8 വാക്യം, 8 പാപങ്ങളുടെ ലിസ്റ്റ്. ഇനിയുണ്ട് 22-ാം അധ്യായം വരെ ഇനിയുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ തോടെ മോട്ട ഒന്നെടുത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പാപം ചിലരുടേത് പ്രവൃത്തിയായി പുറത്തു വന്നു, ചിലരുടേത് അകത്ത് കെട്ടിക്കിടന്നതേ ഉള്ളൂ. പുറത്തു വന്നില്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെടാം. നീ അങ്ങനെ ചിന്തിച്ചെന്ന് ഒരാളെ കണ്ടെത്തിയൊന്നും ശിക്ഷിക്കുന്ന രീതി ഇവിടെ ഇതുവരെ പ്രായോഗികമായിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ന്യായാധിപന്റെ മുമ്പിൽ ഒരു ഹൃദയ രഹസ്യങ്ങളും മറവല്ല, സകലവും അവന്റെ കണ്ണിൻ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തൻ്റെയും പാപങ്ങളെ എന്ത് ചെയ്യും? അവരവരുടെ കണ്ണിൻ മുമ്പിൽ നിരത്തി വയ്ക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കുമോ? നമ്മുടെ ഇവിടെ എയർപോർട്ടിലൊക്കെ സെക്യൂരിറ്റി ചെക്ക് നടത്തുന്നത് പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരെ വിളിച്ച്, നമ്മുടെ ഇവിടേക്ക് ആണെങ്കിൽ ലേഡീസിന് ഒന്ന് കവർ ചെയ്ത ഒരു കൗണ്ടർ പോലെയാണ്, അതിനകത്ത് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തിയായിരിക്കുമോ? അസാധ്യതയില്ല, ഒരുമിച്ച് നിൽക്കുകയായിരിക്കും, ഒരുമിച്ച്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞ കാര്യം. നോർത്ത് ഇന്ത്യയിലെ CNI-ക്കാരും മെത്തഡിസ്റ്റുകാരും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആഗ്രയിലിറങ്ങുന്ന സമയത്ത് അവരുടെയൊക്കെ വീടുകളിൽ, അവരുടെയൊക്കെ ചർച്ച് കോമ്പൗണ്ടുകളിൽ മീറ്റിംഗ് നടത്താറുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പം അതിലൊരു അങ്കിള്, അദ്ദേഹം മരിച്ചുപോയി,
അദ്ദേഹം അല്പം സുവിശേഷ വെളിച്ചമൊക്കെ കിട്ടിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നമ്മളോടൊക്കെ ഒത്തിരി സഹകരിക്കുകയും യോഗങ്ങൾക്ക് വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു തമാശ, നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഉള്ള ഒരു തമാശ, ഒരു ക്രിസ്ത്യൻ ജോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള, ഇങ്ങനെ ഈ സിംഹാസന ന്യായവിധി നടക്കുക, ഇങ്ങനെ ലൈനിൽ നിൽക്കുക, ലൈനൊന്നും മാറിപ്പോകാനൊക്കത്തില്ല. അപ്പോൾ ഒരു പള്ളിയിലെ കപ്പിയാർ അറിയാമല്ലോ, കപ്പിയാര് ഇങ്ങനെ ലൈനിൽ നിന്ന് വിഷമിച്ച് നടുവൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ലൈനിൽ നിന്ന് ഒരൽപ്പം ഒന്ന് മാറി നടുവൊക്കെ ഒന്ന് ഞെളിഞ്ഞ് പിടിച്ച് ഇങ്ങനെ ചരിഞ്ഞ് പുറകോട്ട് നോക്കിയപ്പം ഈ കപ്പിയാരുടെ ഇടവകയിൽ ഇരുന്ന ഒരു അച്ഛൻ ലൈനിൽ നിൽക്കുന്നു, ന്യായവിധിക്കുക. അപ്പോഴത്തേക്കിനും ഈ പുള്ളിക്ക്, കപ്പിയാർക്ക് ഭയങ്കര സന്തോഷമായി. ഓ, അച്ഛൻ ഇവിടെ നിൽക്കുന്നോ? അപ്പം അച്ഛനുണ്ടെങ്കിൽ കപ്പിയാർക്ക് ന്യായവിധി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇവന്റെ സന്തോഷം കൊണ്ട് ഇവനങ്ങ് ഒച്ചത്തില്ല സംസാരിച്ച്. അപ്പൊ അച്ഛൻ പറഞ്ഞെടാ മിണ്ടാതിരിക്ക, മെത്രാച്ചൻ പുറകെ നിൽക്കുന്നു, പലരും കേൾക്കും, അനങ്ങണ്ടാന്ന്. ഇത് ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു ജോക്കാ. എന്ന് വെച്ചാൽ ഈ പുള്ളികൾ ആരും പോകത്തില്ലെന്നാ പറയുന്നത് കർത്താവിനോട് കൂടെ, എല്ലാ ന്യായവിധിയിൽ അകപ്പെടുമെന്ന്. പറഞ്ഞതിന് സാരം, ആരെയും ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി കുമ്പസാരക്കൂട്ടിൽ കടത്തുന്നത് പോലെ ഒന്നുമല്ല ഈ ന്യായവിധി. പരസ്യമായിട്ടാ. അപ്പോൾ ഈ വിധമായ പാപങ്ങളെ, രഹസ്യമായ കാര്യങ്ങളെയൊക്കെ തമ്പുരാൻ അങ്ങോട്ട് ഓരോരുത്തരുടേതും വെളിപ്പെടുത്തും ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ. നിൽക്കക്കള്ളിയില്ലാതെ അവർ തന്നെ പറയും, കർത്താവേ ഇനിയും ഒന്നും വെളിപ്പെടുത്തല്ലേ, ഇപ്പോഴേ അങ്ങ് തട്ടിയേക്കാൻ. അപ്പൊ ഇവര് തന്നെ നരകത്തിലേക്ക് പൊക്കൊള്ളാമേ എന്ന് വിളിച്ചു പറയുമെന്നാണ് എൻ്റെ ചിന്ത. കാരണം ഇത്രയും ലജ്ജിതരായതിനു ശേഷം ഇനിയും ദൈവത്തിൻ്റെയോ മറ്റുള്ളവരുടെയോ മുഖത്തേക്കൊന്നും നോക്കാൻ വയ്യ. നരകത്തിലാകുമ്പോൾ പിന്നെ തമ്മി കാണത്തില്ലല്ലോ, മുഖം ആർക്കും പിന്നെ കാണുകയും വേണ്ട. അപ്പൊ ഇവര് തന്നെ വിളിച്ചു പറയും, നരകത്തിലേക്ക് വിട്ടേക്കോ. അപ്പൊ ഇങ്ങനെയുള്ള പാപങ്ങളുടെ ഒരു വലിയ തിരത്തള്ളൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പാപങ്ങളെയൊക്കെ കർത്താവ് പരസ്യമായി വെളിപ്പെടുത്തും. എന്നിട്ട് ഫൈനൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. പറഞ്ഞു, ഒന്ന് കൂടെ വരാമല്ലോ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അത് നമ്മൾ ജാതികളുടെ ന്യായവിധിയുമായി ബന്ധപ്പെട്ട മത്തായി 25-ാം അധ്യായത്തിൽ നിന്ന് അല്പം മുമ്പ് വായിച്ചായിരുന്നു. അതുകൂടാതെ നാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ കാണുന്നുണ്ട്, മൃഗത്തെയും കള്ളപ്രവാചകനെയും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടതിന് എവിടേക്ക് തള്ളിവിടുകയാ?
ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ നീതിയുള്ള വിധി ഇവിടെ വെളിപ്പെടുകയാണ്. ഒരിക്കൽ കൂടെ നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. For his judgments are true and just, for he has judged the great prostitute who corrupted the earth with her immorality, and has avenged on her the blood of his servants. Because of the righteous judgments of God, the heavenly beings, as we have already seen and learned, both angelic beings and saints, human beings, together will be shouting with joy to the Lord. You are righteous and true. righteous and true. സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരും അവിടെ എത്തിയ വിശുദ്ധന്മാരും ഒരുമിച്ച് സ്വർഗസ്ഥനായ ദൈവത്തെ സാഷ്ടാംഗം പ്രണമിച്ച് ഉല്ലസിച്ചു ഘോഷിച്ചു പറയുകയാണ്, നീ നീതിമാനും സത്യവാനുമാണ്. സ്തോത്രം. നീതിമാനും സത്യവാനും. അപ്പോൾ അന്തിമമായിട്ടുള്ള വിധി ഇത് തന്നെയാണ്. നരക പൊയ്കയിലേക്ക് തള്ളിക്കളയും. പന്ത്രണ്ടും 13 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചോളൂ. വെളിപ്പാട് 20-ന്റെ 12-13. 12:13. And I saw the dead, great and small, standing before the throne, and books were opened. Another book was opened, which is the book of life. The dead were judged according to what they had done, as recorded in the books. The sea gave up the dead that were in it, and death and Hades gave up the dead that were in them. Each person was judged according to what he had done. Next verse also. Then death and Hades were thrown into the lake of fire. The lake of fire is the second death. Finally, If anyone's name is not found written in the book of life, he is thrown into the lake of fire. this is the last and final destination. This is the last verdict announced, declared against these people. ഈ ജനത്തിനെതിരായി സ്വർഗീയ കോടതിയുടെ അന്തിമ വിധിയാണിത്. രണ്ടാമത്തെ മരണമായ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലേക്ക് ഇവർ തള്ളപ്പെടുന്നു. സ്തോത്രം. അതിനെക്കുറിച്ചാണ് നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത്. 2 തെസ്സലോനിക്കർ 1:9-10 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർ ദൈവത്തിൻ്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് സ്തോത്രം നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശം എന്ന ശിക്ഷാവിധി. അത് ഈ നരകത്തിലാണ്. ഇതാണ് അന്തിമ വിധി. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം? ശരി, ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഈ അന്തിമ വിധി നടക്കുന്ന നരകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം
ഒരു ചെറിയ സൂചന, വിശദീകരണമെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഏതാണ്ട്, അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരം 28ഓളം പലതരത്തിലുള്ള നരകങ്ങളുണ്ട്. 28. സത്യത്തിൽ 28 കോടികളാണുള്ളത്. 28 കോടി നരകങ്ങളാണുള്ളത്. ഓരോരുത്തരെയും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വിടുന്ന നരകങ്ങളെന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോരുത്തരുടെ പാപത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് ഇതിലെവിടെയെങ്കിലും വിടും. അവിടെ കിടന്ന് കുറേ ഒരു പ്രത്യേക കാലഘട്ടമുണ്ട്. കിടന്ന് അവരുടെ പാപത്തിൻ്റെ കുറ്റം തീരുമ്പം പിന്നെ അവിടുന്ന് അവരെ ഇറക്കി പുറത്ത് വിടും. അങ്ങനെയുള്ള സംഗതിയാണ്. എന്നാൽ വേദപുസ്തകം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ഒറ്റ നരകം. തീർച്ചയായും ആ നരകത്തിൽ ശിക്ഷയുടെ കാഠിന്യത്തിന് വ്യത്യാസം കണ്ടേക്കാം. ചൂടിനായാലും ഇരുട്ടിനായാലും ഒക്കെ അതിൻ്റെ തീവ്രതയ്ക്ക് ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഒറ്റ ഒരു നരകം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവാണ്. കാരണം മറ്റ് ആരെക്കാളും നരകത്തെക്കുറിച്ചായാലും സ്വർഗത്തെക്കുറിച്ചായാലും പറയാൻ യോഗ്യത ഉള്ളതും അറിവുള്ളതും നമ്മുടെ കർത്താവിന് മാത്രമാണ്. അത് നമുക്ക് ഈ വെള്ളസിംഹാസന വിധിയിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന നരകത്തിൽ തീപ്പൊയ്കയിലുള്ള 4-5 ശിക്ഷാ നടപടികളെ ഒന്ന് നോക്കാം. ഓൾമോസ്റ്റ് 5-fold condemnations or persecutions these people will have to go through. 1, hell is eternal. നരകം നിത്യമാണ്. നരകം നിത്യമാണ്. മത്തായി 18:8. If your hand or foot causes you to sin, cut it off and throw it away. It is better for you to enter life maimed or crippled than to have 2 hands or 2 feet and be thrown into eternal fire. Eternal fire. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലും 6 അടിസ്ഥാന ഉപദേശങ്ങളെ പറ്റി നമ്മൾ കണ്ടപ്പോൾ 6-ാമത്തേതിന്റെ പേര് നിത്യശിക്ഷാവിധി. നിത്യശിക്ഷാവിധി, ഇറ്റേണൽ പണിഷ്മെന്റ് ഓർ കണ്ടംനേഷൻ. അപ്പോൾ ഈ വെള്ളസിംഹാസന വിധിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധിയുടെ, നരകപ്പൊയ്കയുടെ പ്രത്യേകതകൾ: 1, അത്
നിത്യമാണ്. ഇറ്റ് ഈസ് ഇറ്റേണൽ. ദിസ് കണ്ടംനേഷൻ ഈസ് ഇറ്റേണൽ. 2, ഇറ്റ് ഈസ് ഫയറി. ഇത് അവിടുത്തെ പ്രത്യേകതയാണ്, തീ. നമ്മളിപ്പോ തന്നെ വായിച്ച വാക്യത്തിൽ കണ്ടല്ലോ, നിത്യാഗ്നിയാണ്, നിത്യാഗ്നിയാണ്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പം വായിച്ച ഭാഗങ്ങൾ 14, 15 വാക്യങ്ങൾ, 21-ന്റെ 8-ാമത്തെ വാക്യം, ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് ഈ നരകത്തെ വിളിക്കുന്നത് ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്ക എന്നാണ്. തീപ്പൊയ്ക, തീപ്പൊയ്ക. അപ്പോൾ ഈ ശിക്ഷാവിധിയുടെ, ഈ അന്തിമവിധിയുടെ 2-ാമത്തെ പ്രത്യേകത ഇത് തീപ്പൊയ്ക എന്ന നിലയിൽ, നിത്യാഗ്നി എന്ന നിലയിൽ ഉള്ള ഒരു സ്ഥലമാണ്. 3, അവിടുത്തെ അടുത്ത പ്രത്യേകതയാണ് സൾഫർ. സൾഫർ, ഗന്ധകം കത്തുന്ന പൊയ്കയാണിത്. ഗന്ധകം കത്തുന്ന പൊയ്ക. വെളിപ്പാട് 14-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളത് പഠിച്ചിരുന്നു. ഗന്ധകത്തീ പൊയ്ക. ഗന്ധകം നമുക്കറിയാം, ഒരു രാസവസ്തു ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് നരകത്തിൽ വീഴുന്നവരുടെ ശിക്ഷാവിധിയെ, അതിൻ്റെ തീവ്രതയെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ഒന്നാണ്. തീ കത്തുന്നെങ്കിലും തീയിൽ വെന്തുപോകാതെ ഒരു ചരടിനെ മെഴുകു സൂക്ഷിക്കുന്നത് പോലെ ഗന്ധകം കത്തുന്ന പൊയ്ക, ഗന്ധകത്തീ പൊയ്ക. അടുത്തതാണ് അവിടുത്തെ വോംസ്, പുഴുക്കളെ കുറിച്ച്. നമുക്കറിയാം അവിടുത്തെ പുഴുക്കൾ, മർക്കോസ് 9:48, 9:48 മാർക്ക്. Where their worm does not die, and fire is not quenched. അവരുടെ തീ ഒരിക്കലും കെടുന്നില്ല. അത് നമ്മൾ നേരത്തെ കണ്ടു. അവരുടെ പുഴു ചാകുന്നില്ല. ഇത്ര ഘോരമായ തീ കത്തുന്ന ഇടമാണെങ്കിലും അവിടുത്തെ പുഴുക്കൾ ചാകുന്നില്ല. അത് വലിയ അത്ഭുതമൊന്നുമല്ല. നമ്മുടെയൊക്കെ വയറ്റിൽ തന്നെ, എന്തുമാത്രം പലതരത്തിലുള്ള ജീവികൾ, അല്ലേ? എത്ര അമ്ലരസം നമ്മുടെ ഉള്ളിലുണ്ട്, അസിഡിറ്റി, ആസിഡ്. പക്ഷേ അതൊന്നും കൊണ്ട് ഇവ നശിച്ചു പോകുന്നില്ല. നമുക്കറിയാം, സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണല്ലോ, 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മുടെ വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോഴും പ്രത്യേക കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയാൽ അതിനകത്തും ചലിക്കുന്ന കീടാണുക്കളെ കാണാം. ഇതെല്ലാം ഇന്ന് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പാപികളെ
സാത്താനെയും പാപികളെയും ശിക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ക്രമീകരണത്തിൽ ഇത്ര ചൂടേറിയ തീയുടെ അതിപ്രസരമുണ്ടെങ്കിലും ചാകാത്ത പുഴു അവിടെ ഉണ്ടെന്ന് പറയുന്നത് ഒരു പാരഡോക്സ് ആയിട്ട്, ഒരു വൈരുദ്ധ്യാത്മകമായി ആർക്കും തോന്നണ്ട. ഇത് സാധ്യമാണ്. അവിടുത്തെ പുഴു ചാകുന്നില്ല. വേറെ ഒന്നാണ് സ്മോക്ക്, അവിടുത്തെ പുക. അതിൻ്റെ ചെറിയൊരു ലാഞ്ചനം നമ്മൾ വെളിപ്പാട് 14:11 കണ്ടിരുന്നു. 14:11 തീച്ചൂളയിലെ അല്ലെങ്കിൽ ഇഷ്ടികച്ചൂളയിലെ ചിമ്മിനിയിൽ നിന്ന് വരുന്നത് പോലെ പുക പൊങ്ങി. പുക, സ്മോക്ക്. ഇതെല്ലാം അവിടെ ചെല്ലുന്നവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാ. സ്മോക്ക്. മറ്റൊന്നാണ് ഗ്ലൂം ഓഫ് ഡാർക്ക്നെസ്. ഘോരമായ അന്ധകാരം. അവിടെ തീ കത്തുന്നു, ശരിയാ, പക്ഷേ വെളിച്ചമില്ല. മത്തായി 8:12, 8:12. മാത്യു. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. ഏറ്റവും പുറത്തുള്ള ഇരുൾ. 22:13, 22:13, 25:30, 25:30. ഇങ്ങനെ പല വാക്യങ്ങളുണ്ട്. നരകത്തിലെ അവസ്ഥ ഇരുട്ടാണ്. ഇതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മിസ്രയീമിൽ ദൈവം അയച്ച ഒരു ബാധ. പുറപ്പാട് 10-ാം അധ്യായം 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. എക്സോഡസ് 10:21-23. അവിടെ നമ്മൾ കാണുന്നത് darkness that could be felt. തൊട്ടാൽ അറിയാവുന്ന ഇരുട്ട്. അങ്ങനെയുള്ള ഇരുട്ടത്തെ നമ്മൾ ആരും പോയിട്ടില്ല, കണ്ടിട്ടില്ല. സ്പർശ്യമായ തമസ്, തൊടാൻ കഴിയുന്ന ഇരുട്ട്. അതുകൊണ്ടെന്നാ 3 ദിവസം മിസ്രയീമ്യര് ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. സ്പർശിക്കത്തക്ക ഇരുട്ട്. അപ്പം നരകത്തിലേക്ക് തള്ളപ്പെടുന്നവർ, ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ പറഞ്ഞ്, എടാവേ സ്വർഗത്തിലൊന്നും വലിയ ആളും പേരും ഒന്നും കാണത്തില്ല. അതും പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസ് ഒന്നും സ്വർഗത്തിലെത്താൻ സാധ്യതയില്ല. ഇവിടെ വെച്ചോ നമുക്ക് അവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നരകത്തിൽ ചെന്നാൽ പിന്നെ അവരോടൊരുമിച്ച് നമുക്കങ്ങ് പാർട്ടി നടത്താം. വെറുതെയാ. എത്ര വലിയ സെലിബ്രിറ്റീസ്, താരങ്ങളെത്തിയാലും ആർക്കും തമ്മിൽ കാണാനായിട്ട് പറ്റത്തില്ല. കാരണം ഇരുട്ടുകൊണ്ട് ചങ്ങലക്കിടുക. ഇരുട്ടിന്റെ ചങ്ങലയിലാണ് ഓരോരുത്തരും കിടക്കുക. അതുകൊണ്ട് തമ്മിൽ കാണാനോ
കറങ്ങി നടക്കാനോ ഒന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ആരോ ഒരാൾ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, എന്നെ സ്വർഗത്തിൽ കയറ്റിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന്. കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് ദൂതന്മാരോ ആരെങ്കിലും ഒന്ന് കണ്ണ് വെട്ടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അഴുക്ക് പിടിച്ച ഒരു തുണിക്കഷ്ണം, ഒരു തോർത്തെടുത്ത് സ്വർഗത്തിലോട്ട് എറിയുന്നു. അപ്പോൾ എൻ്റെ അശുദ്ധിയുള്ള തോർത്തായതുകൊണ്ട് ദൈവവും ദൂതന്മാരും ആരും തൊടത്തില്ല. ഒടിവ് വന്നിട്ട് ദൈവം തന്നെ പറയും, എന്നോട് പറയും എടുത്തുകൊണ്ട് പോടാ. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി സ്വർഗത്തിൽ കയറും, പിന്നെ ഇറങ്ങത്തില്ലെന്ന്. എന്ത് ബാലിശമായ ചിന്താഗതികളാ. ഇങ്ങനെയൊന്നും വാതിൽക്കൽ കൂടെ നടക്കാനും തോർത്തെറിയാനും അകത്ത് കയറാനും, നരകൊത്തിരി വലുതല്ലേ, ഇങ്ങനെ അങ്ങ് കറങ്ങി നടക്കാം. ഇല്ല, ഇരുട്ടുകൊണ്ട് ചങ്ങലയ്ക്കിടുന്ന അനുഭവമായിരിക്കും. ഇതെല്ലാം നരകത്തിന്റെ പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടോയെന്നറിയില്ല. ഉണ്ടെങ്കിലും ഇപ്പം ചോദിക്കണ്ട, സമയം കഴിഞ്ഞതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങാൻ പോവുക. ബാക്കി ഭാഗം നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ ചിന്തിക്കാം. എന്നാൽ നമുക്ക് ഒരുങ്ങേണ്ടത് നമ്മുടെ കർത്താവുമൊത്തുള്ള നിത്യവാസത്തിനാണ്. ആ പ്രത്യാശയോടെ, സ്തോത്രം, നരകത്തെ ഭയക്കാതെ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.